നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചിങ്ങയും ചെമ്പിനും കൂടി ഒരു ഇടിച്ച മുളകിട്ടോലൊക്കെ ഒരുപാട് പഴയ കാല ഓർമ്മയിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. അച്ചിങ്ങ 250 ഗ്രാം, 1 കിലോ ചെമ്മീൻ മേടിച്ച് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം മേലുണ്ട്. മീഡിയം സവാളയും ഒരു 3-4 വറ്റൽമുളകും കൂടി അടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് നടുവേ കീറി വെച്ചത്, 3 തണ്ട് കറിവേപ്പില അടർത്തി വെച്ചിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കടുക്, ഒരു കുഞ്ഞു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് നമ്മളിന്ന് ചെമ്മീൻ ഉലത്താൻ പോകുന്നത്. ഞാൻ മൺചട്ടി വെച്ച് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തായിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീനും ഉപ്പും മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ഈ പുളി ഒരു കുഞ്ഞു കഷ്ണം പുളി വെച്ചേക്കണതിനകത്തോട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഒന്ന് പറ്റി വരട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. എൻ്റെ പൊന്നു കൂട്ടുകാരെ, നമ്മുടെ ചെമ്മീൻ വേകണ ആ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. ആഹാ, പണ്ടുള്ള കാലത്തുണ്ടല്ലോ, ഞങ്ങളുടെ വീടിന് പടിഞ്ഞാറ് വശം തോടാണ് മക്കളെ. ആ തോട്ടിൽ ഈ വർഷകാലം ഉണ്ടല്ലോ, നല്ല മഴക്കാലത്ത് എൻ്റെ അച്ഛൻ വീശാൻ പോകും. വലയെടുത്ത് എൻ്റെ അച്ഛൻ ഒരു കറിക്കൊന്നുമില്ലല്ലോ ഇന്ന് അമ്മ പറയും, ഇന്ന് കറിക്കൊന്നുമില്ലല്ലോ, പിള്ളേർക്ക് വിശക്കണമെന്ന് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയും, നീ ആ വലയിങ്ങാട്ട് എടുത്തേടി ക്രാത്തിയെന്ന് പറയും. എൻ്റെ അമ്മ വലയെടുത്ത് കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ പുറകെ ഞങ്ങൾ 4 പെമ്മക്കളാണ്. ഞങ്ങൾ 4 പേരും കൂടി അച്ഛൻ്റെ പുറകെ ചെയ്ത് പാത്രങ്ങളൊക്കെ ഇട്ട് അച്ഛൻ വീശുമ്പോൾ കുറേ ഈ കൂനച്ചെമ്മീനുണ്ട്. ആ കൂനച്ചെമ്മീൻ പിടിക്കും. ആ ചെമ്മീൻ പിടിച്ച് ആ തോട്ടിൻ്റെ കടവിൽ തന്നെ പയർ, നല്ല അച്ചിങ്ങാപ്പയറുണ്ട്. അച്ചിങ്ങാപ്പയർ അച്ഛൻ ഇങ്ങനെ മട്ടൽ വെട്ടിയിട്ട് അച്ചിങ്ങാപ്പയർ ഇങ്ങനെ നട്ടിട്ടുണ്ടാവും. അതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉച്ച സമയത്ത് കൂനച്ചെമ്മീനും അച്ചിങ്ങയും കൂടി ഒരു ഒലത്തങ്ങാട്ട് ഒലത്തും. എൻ്റെ പൊന്നു മക്കളെ, ആ ഒലത്തെന്ന് പറയുമ്പോൾ തന്നെ വായിൽ നിന്ന് വെള്ളം ഊറും. ചുമാന്നിരിക്കണ കുത്തരി ചോറും നല്ല ചുമാന്നിരിക്കണ ചെമ്മീനും അച്ചിങ്ങയും കൂടി ഒലത്തിയത്. എൻ്റെ രണ്ടാമത്തെ അനിയത്തി ആശയുണ്ട്, കൊതിച്ചിപ്പാറുവാണ് അവൾ ഇടിവെക്കും മക്കളെ കിടന്ന് അച്ചിങ്ങ ഒലത്തിയതിന് വേണ്ടി. കണ്ണൂരുള്ള ഒരു അനിയത്തിയുണ്ട്, അനിയത്തിക്ക് ഭയങ്കര ഇഷ്ടം. 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാണ്. അപ്പോൾ മക്കളെ, നമ്മുടെ അച്ചിങ്ങയും പയറും കൂടി വെന്താന്ന് നോക്കട്ടെ. ആഹാ, അപ്പം ഏകദേശം നല്ലോണം ഒന്ന് വേവായി വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തായിട്ട് നമ്മുടെ പച്ചമുളക് കുട്ടപ്പന ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് 3 കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൂട്ടി അവനൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അവനൊന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടട്ടെ. നമ്മുടെ ചെമ്മീനും കൂടി ആഹാ, നല്ലൊരു മണം വരുന്നുണ്ട്. നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കത് താളിച്ചൊഴിക്കാം. ഞാനിത് പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് ഒന്ന് മുളക് ചതച്ചതൊക്കെ നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഞാൻ അതിനായിട്ട് നേരത്തെ ചേച്ചി ഒരു കാര്യം മറന്നുപോയി, എണ്ണ പരിചയപ്പെടുത്തില്ല. അപ്പോൾ എണ്ണ ഒഴിക്കാൻ പോകണം. ഒരു 50 ഗ്രാം എണ്ണയുണ്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്കിനി ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം. നമ്മുടെ കടുകൊക്കെ നല്ലോണം ചടപട പൊട്ടുന്നുണ്ട്. നമ്മുടെ കടുകൊക്കെ നല്ലോണം പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ചെറിയ ഉള്ളിയാണ് ഇടിച്ച മുളകുമായിട്ട് ഉറക്കണം. നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഒരു മീഡിയം സവാളയിലാണ് നമ്മൾ ഈ വറ്റൽ മുളകിട്ട് ചതച്ച് വെച്ചേക്കുന്നത്. ഇതൊരു വെറൈറ്റി ആയിരിക്കണം. നമ്മുടെ ഇടിച്ച മുളകൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെമ്മീനും അച്ചിങ്ങയും കൂടി വള്ളിപ്പയറും കൂടി ഉണ്ടാക്കാൻ പോകുന്നത് ആശക്കും ജ്യോതിക്കും ശീലക്കും അല്ല, നമ്മുടെ നാടൻ ഭക്ഷണശാല നിഷാർ ഓയിൽക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ആ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നല്ലോണം വഴറ്റി നല്ലൊരു മണം വരുന്നുണ്ട്.
ആ വെളുത്തുള്ളിയൊക്കെ എണ്ണയിടത്ത് കിടന്ന് മൂക്കുമ്പോൾ ഇല്ലേ നമ്മുടെ പഴയ കാലത്ത് ആ ഓർമ്മയിലോട്ട് നമുക്ക് ആ മണം കിട്ടുന്നില്ല മക്കളെ. നല്ലോണം ഇത് കണ്ട നല്ല ചുമയിരിക്കുന്നു. നമുക്ക് ഇതിനകത്തായിട്ട് നമ്മുടെ അച്ചിങ്ങയും ചെമ്മീൻ കൂടിയിട്ട് ഇത് സ്പെഷ്യലാണ് കേട്ടോ. നമ്മുടെ നിസാറോയ്ക്ക് സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം ഒന്ന് ഇളക്കി ആ വെളിച്ചെണ്ണയുടെ അകത്ത് കിടന്നൊന്ന് ഫ്രൈ ആവണം. അതുവരെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കാം. വളരെ രുചികരമായ വള്ളിപ്പയറും ചെമ്മീനും കൂടി ഇവിടെ റെഡിയായിട്ട് കിട്ടും. ഇതെൻ്റെ അനിയത്തിമാർക്ക് 3 പേർക്കും കൂടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടത് വിശ്വസിക്കുന്നത് ഈ നല്ല വളരെ രുചികരമായ ഈ വിഭവം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. പഴയകാല ഓർമ്മക്കറിയായിട്ട് നിങ്ങളെല്ലാവരും എടുക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ